റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വസ്തക്സിറൂ ഫീഹി മിൻ അർബഅ ഖിസാൽ. പരിശുദ്ധമായ റമളാൻ മാസം വന്നു കഴിഞ്ഞാൽ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം. റമളാൻ വന്നു കഴിഞ്ഞാൽ 4 കാര്യം നിങ്ങൾ അധികരിപ്പിക്കണം. എന്തൊക്കെയാണത്? ഖസ്ലതാനി തുർലൂന ബിഹിമാ റബ്ബക്കും. 2 കാര്യം ചെയ്താൽ അത് കാരണം അല്ലാഹുവിന് നിങ്ങളെ ഇഷ്ടമാകും. 2 കാര്യം, 4 കാര്യം പരിശുദ്ധമായ റമളാനിൽ നിങ്ങൾ അധികരിപ്പിക്കണം. ആ 4ൽ 2 ചെയ്താലോ അല്ലാഹുവിന് നിങ്ങളെ പെരുത്തിഷ്ടമാകും, അല്ലാഹുവിന് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാകും. മറ്റൊരു 2 കാര്യം, വഖസ്ലതാനി ലാ ഗിനാ ബികും അൻഹുമാ. ആ 2 കാര്യം നിങ്ങൾക്ക് ഒഴിവാക്കാനേ പറ്റൂല, ആവശ്യമാണ്, അനിവാര്യമാണ്. ആ 2 കാര്യം നിങ്ങൾ ഒഴിവാക്കാനേ പറ്റൂല. അങ്ങനെയുള്ള 4 കാര്യം പരിശുദ്ധമായ റമളാൻ വന്നാൽ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ആ 2 കാര്യം? അല്ലാഹുവിന് ഇഷ്ടമുള്ള 2 കാര്യം ഏതാ? ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂന. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ് 1, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ് 2. ഈ 2 കാര്യങ്ങൾ അധികരിപ്പിക്കുന്നവന് അല്ലാഹുവിന് ഇഷ്ടമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീയല്ലാതൊരു ഇലാഹില്ല, നീയല്ലാതൊരു ദൈവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇത് ചോദിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് ഇഷ്ടമാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ 5ാമത്തെ ഖലീഫയാണല്ലോ. ലോകം നീതിയുടെ മകുടോദാഹരണമെന്ന് പറയുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകം ഭരിക്കുമ്പോഴല്ലേ പൈസ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വന്നത്. ഒരു വീട്ടുകാരപ്പുറത്തെ വീട്ടേക്ക് കൊണ്ടുപോകുന്ന സക്കാത്ത് കൊടുക്കാൻ, സക്കാത്തോ എനിക്ക് വേണ്ട, ഞാൻ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല. ഇന്ന് സക്കാത്ത് കൊടുക്കേണ്ടവനും കൊടുക്കാൻ കഴിവുള്ളവനും ഒക്കെ ഇങ്ങനെ വാങ്ങി നടക്കാൻ. ഓസിക്ക് കിട്ടാണോ? എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അല്ലേ? ആപ്സേതോ ആനേതോ എന്ന് പറഞ്ഞ പോലെ വെറുതെ കിട്ടാണെങ്കിൽ വരട്ടെ, കുഴപ്പമില്ല, ഓസി കിട്ടുന്നതൊക്കെ കിട്ടട്ടെ എന്ന ചിന്താഗതിയാണ്. പക്ഷേ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ആളുകൾ പോകും, എനിക്ക് പറ്റൂല, ഞാൻ സക്കാത്തിന്റെ അർഹനല്ല. മറ്റിടത്ത് പോയി അവിടെയും പറഞ്ഞു ഞാൻ സക്കാത്തിന്റെ അർഹനല്ല. അവസാനം സക്കാത്ത് വാങ്ങാൻ ആളില്ല. നീതിയുടെ പ്രതീകങ്ങളായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ സ്വപ്നം കണ്ടപ്പോഴാണ് അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ വലിയ ത്യാഗിയായിരുന്നല്ലോ, വലിയ സാഹിദായിരുന്നുവല്ലോ, സമ്പത്തിന്റെ പളപളപ്പിൽ നിന്ന് ജീവിതത്തിന്റെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം പോലുമില്ലാതെ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു അമീറാണല്ലോ നിങ്ങൾ. നല്ല ജെന്റിൽമാൻ, ഹൈറ്റും വെയിറ്റും ഒക്കെ നല്ല സുന്ദരനായ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവസാനം ഭരണം ഏറ്റെടുത്തു. ഒരു MLA ആയി. നമ്മളൊക്കെ എങ്ങനെയാ MLA ആകുന്നത് വരെ സ്ലിം സ്കൾട്ടൻ, MLA ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളക്കുപ്പായം കതിരായി ഇസ്തിരിട്ടാൽ കൊള്ളാത്ത വസ്ത്രം ഇട്ട് നടക്കുന്ന സ്വഭാവമാണ്. ഇവിടെ ഇന്നങ്ങനെയാണ് MLAയും പ്രസിഡന്റും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെ. പണ്ടങ്ങനെയല്ല, അതുവരെ കതറും കടക്കാണ്. പിന്നെ MLA ആയാലോ പിന്നെ ഇതൊക്കെ വലിച്ചെറിഞ്ഞു പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. സർദാർ ഖൗമുക ഖാദിം ഹേ, അല്ലെ? നാടിന്റെ നേതാക്കന്മാർ നാട്ടിൽ സേവനം ചെയ്യേണ്ട ആളുകളാണ്. അങ്ങനെയായിരുന്നു അവർ. അവരുടെ പുറംകാല് കൊണ്ടാണ് വലിയ വലിയ അഹങ്കാരികളും ധിക്കാരികളുമായ കിസ്ര കൈസർ കോട്ടകൊത്തളങ്ങളെ അവർ ചവിട്ടി മെതിച്ചത്. അങ്ങനെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതകാലത്താണല്ലോ ഒരുപാട് ത്യാഗം ചെയ്തത്, കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചത്, ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉപകാരം ലഭിച്ച അമൽ ഏതാണെന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു ഞാൻ ഒരുപാട്. അതാണ് എന്റെ കബറിടം രക്ഷപ്പെടാൻ കാരണമായത്. അതുകൊണ്ട് വയസ്സായ രക്ഷിതാക്കളുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത്, ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവരോട് വളരെ വളരെ ആദരവോടെ പറയാനുള്ളത്, നമ്മുടെ മരണം കാൽ മുമ്പിലാണല്ലോ. ഒരുപക്ഷെ നിങ്ങളെക്കാളും മുമ്പ് മരിക്കുന്നത് ഞാനായിരിക്കാം.
സഹായിക്കാം. പക്ഷേ ഇസ്തിഗ്ഫാർ ഒരുപാട് അധികരിപ്പിക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെല്ലണം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത ഞാൻ 100 കണക്കിന് ഇസ്തിഗ്ഫാറുകൾ ദൈനംദിനം ചെല്ലുന്നുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുമ്പോ, 1000 കണക്കിന് തിന്മകൾ ചെയ്യുന്ന നാം എത്ര ഇസ്തിഗ്ഫാർ ചെല്ലണം? ഇസ്തിഗ്ഫാർ ചെല്ലിയവന് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇസ്തിഗ്ഫാർ ചെല്ലുന്നവന് ഖബറിൽ രക്ഷപ്പെടാം. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഞാനൊക്കെ ചിന്തിച്ചു പോകുന്ന ആയത്താണിത്. എന്റെ നമ്മുടെ കേരളത്തിൽ അത്രമാത്രം നാച്ചുറൽ കലാമിറ്റീസ് വരാത്തത്, എന്റെ കാലത്തിന്റെ പ്രതിഭാസങ്ങൾ വരാത്തത്, എന്റെ ഒരുപാട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരാത്തത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഭൂകമ്പങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, സുനാമി ചർച്ച ചെയ്യുമ്പോൾ അതും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, തീക്കാറ്റുകൾ കൊണ്ട് മരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും, എന്തേ നമ്മുടെ കേരളത്തിലേക്ക് അത്ര കണ്ടല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാത്തത്? വെറുതെയല്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് തന്നെ ഇസ്ലാം പടർന്ന് പന്തലിച്ച നാടാണ് നമ്മുടെ കേരളം. അങ്ങ് ഭീമാപള്ളി മുതൽ കാസർഗോഡിന്റെ ഹൃദയസ്ഥാനമായ തലസ്ഥാന നഗരി എന്ന് പറയുന്ന മാലിക് ദിനാർ വരെ എണ്ണി നോക്കുമ്പോ ഒരുപാട് സ്വഹാബാക്കൾ എന്ത് വിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരാത്തത്. അന്ന് മുതൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വൃദ്ധരായ ഉപ്പമാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഹദ്ദാദ് ചൊല്ലുന്ന ഉമ്മമാര് നമ്മുടെ നാട്ടിലുണ്ട്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ വസിബിയത്തുൻ മിനൽ യതാമാ റുല്ലഉ ومهملات في الفلاة رتعوا صب عليكم العذاب الموجع. ഒരു കവി പാടിയത് എത്ര മനോഹരമാണ്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്കഉ, അല്ലാഹുവിന് വേണ്ടി റുക്കൂ ചെയ്യുന്ന വൃദ്ധരായ രക്ഷിതാക്കളില്ലായിരുന്നുവെങ്കിൽ, മുലപ്പാല് കുടിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതങ്ങളില്ലായിരുന്നുവെങ്കിൽ, മേഞ്ഞു നടക്കുന്ന നാൽക്കാലികളും ജന്തുക്കളും ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലാഹു വേദനാജനകമായ ശിക്ഷ തരുമായിരുന്നു. എന്തേ നമ്മൾക്ക് അങ്ങനെയുള്ള ശിക്ഷകൾ ലഭിക്കാത്തത്? അല്ലാഹുവിന് ഇസ്തിഗ്ഫാർ ചെല്ലുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങളുടെ സമൂഹത്തെ ഞാൻ ശിക്ഷിക്കുകയേ ഇല്ല. അല്ലാഹുവിന്റെ ഹബീബിന് കൊടുത്ത വാഗ്ദാനമാണിത്, ഹബീബിന് കൊടുത്ത പ്രോമിസാണിത്. യാ റസൂലല്ലാഹ്, നിങ്ങളുടെ വഫാത്ത് വരെ, നിങ്ങളുടെ മരണം വരെ, നിങ്ങൾ ലോകത്തോട് വിട പറയുന്നത് വരെ നിങ്ങളുടെ സമൂഹത്തെ ഞാൻ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ സമൂഹത്തിന് ഞാൻ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലൂടെ കൊന്നു കളയുകയില്ല. ഇവരായത്ത് കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഒരു ചെറുപ്പക്കാരൻ സടകുടഞ്ഞെഴുന്നേറ്റത്. സ്വഹാബാക്കൾ ചോദിച്ചു, അല്ല, എന്തേ ഇപ്പോൾ മാത്രം ഒരു മാറ്റം വന്നത്? ഹബീബ് ജീവിക്കുമ്പോൾ ഇത്രയും വലിയ ത്യാഗിയായി ജീവിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത് ഇത്രയും നന്മകൾ ചെയ്തിട്ടില്ലല്ലോ. ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ നന്നാവാൻ തോന്നിയത് എന്ന് ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിന് കാരണമുണ്ട്, വെറുതെയല്ല, അതിന് കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഞാൻ നന്നാവാനും ഇസ്തിഗ്ഫാർ ചെല്ലാനും ചില കാരണങ്ങളുണ്ട്. എന്നിട്ട് ഈ ആയത്ത് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. അല്ലാഹു പറയുകയാണ്, ഹബീബേ, നിങ്ങൾ ഉണ്ടായിരിക്കെ ഞാൻ ശിക്ഷ ഇറക്കില്ല. ആ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണല്ലോ. ഇനി അല്ലാഹുവിന്റെ ശിക്ഷ ഞങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഇനി ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. ആ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്.
രണ്ടാമത്തെ ചാൻസ് എന്താ? രണ്ടാമത്തെ അവസരം എന്താ? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. നിങ്ങളുടെ സമൂഹം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലാൻ തുടങ്ങിയാൽ അവരെ ഞാൻ ശിക്ഷിക്കില്ല, അവരിലേക്ക് ഞാൻ ശിക്ഷ ഇറക്കില്ല, അവരെ ഞാൻ ഒരു ശിക്ഷകളും നൽകില്ല എന്നല്ലാഹു പറഞ്ഞുവെങ്കിൽ ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിന് അപകടം പിടിച്ച ഒരു ശിക്ഷയും വന്നിട്ടില്ല. ഇന്ന് ചിലത് വരാൻ തുടങ്ങി, തീക്കാറ്റുകൾ വരാൻ തുടങ്ങി, ശക്തമായ ചൂട് വരാൻ തുടങ്ങി. എന്തേ കാരണമെന്നറിയോ? ജപമാല പിടിച്ചിരുന്ന ഉപ്പമാർ, തസ്ബീഹ്മാല പിടിച്ചിരുന്ന ഉമ്മമാർ ടിവിയുടെ മുമ്പിൽ നിന്ന് തസ്ബീഹ്മാല വലിച്ചെറിഞ്ഞ്, കൗണ്ടർ വലിച്ചെറിഞ്ഞ്, റിമോട്ട് പിടിച്ച് ചാനൽ മാറ്റാൻ തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കേരളം ഇതാ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പടിപടിയായി, പതുക്കെ നമ്മൾ പാശ്ചാത്യന്റെ സംസ്കാരം ഇങ്ങനെ പിന്തുടരാൻ തുടങ്ങാൻ. അപ്പോഴേക്കും അല്ലാഹുവിന്റെ ശിക്ഷകൾ വരാൻ തുടങ്ങി. മഴകൾ ഇങ്ങനെ വിദൂരമാവാൻ തുടങ്ങി, മഴകൾ വരാതിരിക്കാൻ തുടങ്ങി. ഗൾഫിൽ മഴ വരുന്നു, കേരളത്തിൽ മഴയില്ല. അല്ലെ? ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ദൈവത്തിന് സ്വന്തമായ നാടില്ല, എല്ലാം ദൈവത്തിന്റെ നാട് തന്നെ. ആ ദൈവത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ കേരളത്തിൽ മഴയുടെ താളം തെറ്റാൻ തുടങ്ങി, ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കാൻ തുടങ്ങി, വെള്ളമില്ലാതിരിക്കാൻ തുടങ്ങി. എന്തേ കാരണമെന്നറിയോ? വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചെല്ലുന്ന ഒരു തലമുറ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അപകടങ്ങളിൽ കാത്തിരിക്കണം പിന്നെ സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷകളെ കാത്തിരിക്കാതെ ഒരു ദിവസം 100 തവണയെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലണം. മക്കൾ ചെല്ലണം, ഉപ്പമാര് ചെല്ലണം, ചെറുപ്പക്കാർ ചെല്ലണം. ചെറുപ്പക്കാരായി വയസ്സന്മാരോട് മാത്രമുള്ളതല്ല. അങ്ങനെ നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ മക്കളൊക്കെ എഴുതി തള്ളുന്നുണ്ട്. വാലുകളൊക്കെ ഏതോ ഉപ്പമാരോടും തലനിരച്ച ഉമ്മമാരോടും ഒക്കെയാണ് ഞങ്ങൾക്കുള്ളതല്ല. പൊന്നു സഹോദര, നിങ്ങളോടാണ് ഇത് പറയുന്നത്. ഇവര് നന്നായിട്ടുണ്ട്. ഈ ജനറേഷൻ അസ്തമിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചു. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ല്. ഇന്നഹു കാന ഗഫാറാ. അല്ലാഹു പുറത്തു തരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. മഴയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കോരിച്ചൊരിയുന്ന മഴ ഞാൻ തരാം. എന്തു വേണം? മഴ ഞാൻ തരാം. നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. വെറുതെ തരൂല. നിങ്ങൾ ചിലത് ചെയ്യാനുണ്ട്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് ഞാൻ മഴ തരണോ? മഴ വേണോ? വെള്ളം വേണോ? നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ല്. ഇത് വെറുതെയല്ലല്ലോ, ഇത് അല്ലാഹുവിന്റെ വാക്കുകളാണല്ലോ. സഹോദരന്മാരെ, ഒരു ദിവസം മിനിമം ഒരു 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് ഞാൻ മഴ തരാം. ആയിട്ടില്ലല്ലോ. വയുംദിദുകും ബിഅംവാൽ. ജോലിയില്ലാത്ത ആളുകൾക്ക് ഞാൻ ജോലി തരാം. ജോലിയില്ലാത്ത ചെറുപ്പക്കാരിലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രതിബന്ധങ്ങളുടെ നടുക്കടലിൽ എങ്ങോട്ട് നീന്തണമെന്നറിയാതെ ജീവിക്കാൻ ദുരിതങ്ങളുടെ നടുക്കടലിൽ ജീവിക്കുന്ന ആളുകളില്ലേ? ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളില്ലേ? നിങ്ങൾക്ക് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാണ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ല്. യുംദിദുകും ബിഅംവാൽ. നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് തരാം. ഏതോ മുതലാളിയുടെ വീട്ടുവാതിൽക്കലോ ചെന്നിട്ട് ഡോർ മുട്ടണ്ട. എന്നോട് ചോദിക്ക്, ഇസ്തിഗ്ഫാർ ചൊല്ല്. ഞാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് സമ്പത്ത് നൽകാം. അല്ലാഹു പറഞ്ഞുവല്ലോ, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്
മർആത്തി വസ്തബിർ അലൈഹാ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട്, നിങ്ങളുടെ വീട്ടിലുള്ള സകലരോടും നിങ്ങൾ പറയണം, നിസ്കരിക്കാൻ കൽപ്പിക്കണം. നിസ്കാരം കളാവാൻ പാടില്ല, നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. പൊന്നു സഹോദരങ്ങളെ, ഈ കിടങ്ങഴി എന്ന പ്രദേശത്തുള്ള ഉമ്മമാരോട്, ഉപ്പമാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ നിസ്കാരങ്ങൾ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് മധുരിതമായ ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ നിസ്കാരങ്ങൾ പിന്തിപ്പിക്കാൻ പാടില്ല. നിസ്കാരങ്ങൾ പിന്നെ നിസ്കരിക്കാം, പിന്നെയാവാം എന്ന് പറഞ്ഞ് പിന്തിക്കാതെ സമയാസമയങ്ങളിൽ ഒരു വീട്ടുകാര് മുഴുവനും നിസ്കരിച്ചാൽ ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ ഭക്ഷണം ചോദിക്കൂല. നഹ്നു നർസുഖുക, നിങ്ങളുടെ വീട്ടുകാർക്ക്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞാൻ ഭക്ഷണം തരാം എന്ന് പറയുന്നത് പടച്ച റബ്ബല്ലേ? ഇത് ഞാനല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയല്ലല്ലോ. അല്ലാഹു പറയാണ്. അല്ലാഹു പറഞ്ഞാൽ പിന്നെ എന്തിനു വിഷമിക്കണം അല്ലേ? അതിൽ വിശ്വാസമില്ലാത്ത ആള് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എണീറ്റ് പോവാ, ഇരുന്നിട്ട് കാര്യമില്ല. എന്തേ? അള്ളാഹു പറഞ്ഞതിൽ വിശ്വാസമില്ല, ചോദിക്കൂളി, പിന്നെന്തിനാണ് ഇവിടെ വരുന്നത്? അങ്ങനല്ലേ? ഞാൻ പറയാണ്, ഇത് അള്ളാഹു പറഞ്ഞതാണ്, അത് ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ട്, അള്ളാഹു തരും, ഉറപ്പാണ്, ഒരു ഡൗട്ടുമില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ